വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ICC വനിതാ 2020 ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ സജന സജീവൻ. ക്രിക്കറ്റിൽ ഓൾറൗണ്ടർ ആകണമെന്നാണ് സജനയുടെ ആഗ്രഹം. ഒപ്പം ഇന്ത്യക്കായി വേൾഡ് കപ്പിൽ മുത്തമിടുക എന്ന ലക്ഷ്യവും. വയനാട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു വാർത്തയാണ് ഇന്നലത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് വനിതാ 2020യിൽ ഇത്തവണ 2 മലയാളികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു താരം നമുക്കൊപ്പം ഇപ്പൊ ചേരുകയാണ്, സജന സജീവൻ. കൺഗ്രാറ്റ്സ് ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ആദ്യം ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നമായിട്ട് വന്നിരുന്നത് ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ. അതിനുശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയുക, വേൾഡ് കപ്പിന്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. അതിപ്പം പൂവണിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരുപാട് പ്രതീക്ഷിച്ച് കിട്ടുന്നതിന് ഇരട്ടി മധുരമായിരിക്കുമല്ലോ. അപ്പം നമ്മളായിട്ട്, അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന കണ്ണ് അറിയുന്നുണ്ടോ? ഇല്ല, ആനന്ദക്കണ്ണീരാണ്. അതായത് അപ്പം ഈ അതിനായിട്ട് എടുത്ത എഫേർട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയാ തോന്നുന്നത്? ശരിക്കും ക്രിക്കറ്റ് തുടങ്ങിയപ്പം ഇന്ത്യ കളിക്കും എന്നുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. 2018 എനിക്ക് ഒരു ചലഞ്ചർ ട്രോഫി നെക്സ്റ്റ് ലെവൽ, അതായത് ഡൊമസ്റ്റിക് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ഒരു പ്രതീക്ഷ വന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും, മുൻപിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു വഴി തുറന്നു വന്നത് ആ ഒരു സമയത്തായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കേരള ടീമിന്റെ ക്യാമ്പ് വരുമ്പോൾ പോയി ചെയ്യുക, ചെറുങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റിലേക്ക് വന്നതും. പിന്നെയാണ് ഡയറി എഴുതാനും കാര്യങ്ങളൊക്കെ, നമ്മളുടെ ലക്ഷ്യങ്ങൾ ഓരോന്നിങ്ങനെ കുറിക്കാനും എന്തൊക്കെ ആവണം എന്നുള്ള. അപ്പൊ അതിന്റെ പ്രോസസ്സ് അവിടെ നിന്നാണ് തുടങ്ങിയത്. എന്താണ് നമ്മുടെ സ്ട്രെങ്ത്? എന്റെ ഫീൽഡിംഗ് എന്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആണ്. പിന്നെ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടാണ് ഞാൻ ഇന്ത്യൻ ടീമിൽ വരുന്നത്. പിന്നെ എനിക്ക് ബോളിംഗ് കിട്ടി. അപ്പൊ 3 ഏരിയയിലും എനിക്ക് ഫോക്കസ് ചെയ്താൽ ഞാനൊരു നല്ലൊരു ഓൾറൗണ്ടർ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക്. പിന്നെ ഈ ഒരു നിൽക്കുന്ന സമയത്ത് എന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് മുതൽ ഈ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ നിലവിലെ കോച്ച് രാജഗോപാൽ സാർ വരെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ട്രെയിനേഴ്സ് ഉണ്ട്, എന്റെ ഫിസിയോകളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വിജയവും, എന്റെയും മിന്നുമണിന്റെ ആശ്ചേച്ചിന്റെ എല്ലാവരുടെ വിജയവും കൊണ്ടു നടക്കുന്ന മീഡിയക്കാരുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ട് മുന്നിൽ. പക്ഷേ ഈ ഒരു വിജയം, അല്ലെങ്കിൽ ഈ ഒരു മധുരം, അത് ഇരട്ടി മധുരമാണ്. പ്രത്യേകിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു മധുരമാണ്. അപ്പം അതിനെ മാക്സിമം പരിപോഷിപ്പിച്ച് അതിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.